വാഹന മോഡിഫിക്കേഷനും കൊണ്ടിങ്ങ് വന്നേക്കെന്ന് പൊട്ടിത്തെറിച്ച് ഹൈക്കോടതി. പിള്ളേരുടെ ആഗ്രഹമല്ലേ, അതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നതെന്ന് തള്ളിയ പൂക്കിയെ ഉൾപ്പെടെ തൂത്തുവാരിപ്പെറുക്കി ഹൈക്കോടതിയുടെ ഗർജനം. നിയമലംഘനത്തിന് ഇപ്പോഴുള്ള പിഴ പോരാ എന്ന് കടുപ്പിക്കുകയാണ് ജഡ്ജി. പൂക്കിയുടെ വാക്കും കേട്ട് തുള്ളിയ പിള്ളേർക്ക് പുറം പൊളിയുന്ന അടിയാണ് കിട്ടിയിരിക്കുന്നത്. നിയമവിദഗ്ധർ അന്നേ പറഞ്ഞു, കേന്ദ്ര നിയമമാണ്, സംസ്ഥാനത്തിന് മാത്രമായി ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ഇനിയിപ്പോൾ പൊളിച്ചെഴുത്തിന് കേന്ദ്രം തയ്യാറായാലും സുപ്രീം കോടതി പിടുത്തമിടും. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ നിർണായക നീക്കമാണ് ചർച്ചയായി മാറുന്നത്. വാഹനങ്ങളിൽ വരുത്തുന്ന അനധികൃത രൂപമാറ്റം സംബന്ധിച്ച് സ്വമേധയാ എടുത്ത ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. വാഹന മോഡിഫിക്കേഷനിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും ഒന്നിലേറെ നിയമലംഘനം നടത്തുന്നവരിൽ നിന്ന് ഓരോന്നിനും 5000 രൂപ വീതം പിഴ ഈടാക്കണമെന്നും ഹൈക്കോടതി കട്ടായം പ്രഖ്യാപിച്ചു. അടൂരിൽ പ്രളയരക്ഷാ പ്രവർത്തനത്തിനെത്തിയ വണ്ടിക്ക് ആകെ 5000 രൂപ മാത്രം പിഴ ചുമത്തിയതിലും കോടതി അതൃപ്തി വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിന് വന്ന വാഹനത്തിനു പോലും ഇളവ് നൽകാൻ കോടതി തയ്യാറായില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയം. പ്രളയത്തിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഥാർ ജീപ്പിന്റെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ കോടതി പരിശോധിച്ചു. ജീപ്പിൽ 6 ലൈറ്റുകൾ അധികമായി ഘടിപ്പിച്ചിരുന്നതായി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ റിപ്പോർട്ടിലുണ്ട്. ഇതിന് 5000 രൂപ പിഴയും പുകപരിശോധന സർട്ടിഫിക്കറ്റ് സംബന്ധമായ ലംഘനത്തിന് 2000 രൂപയുമാണ് പിഴ ചുമത്തിയത്. 6 ലൈറ്റുകൾക്കായി ആകെ 5000 രൂപ പിഴ ചുമത്തിയതിലാണ് കോടതി അതൃപ്തി രേഖപ്പെടുത്തിയത്. അനുവദനീയമായതിൽ കൂടുതലായി ഒരു ലൈറ്റും വാഹനത്തിൽ ഘടിപ്പിക്കരുത്. വീതിയേറിയ ടയറുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ശക്തിയേറിയ വെളിച്ചമുള്ള LED ലൈറ്റുകൾ, കളർ ലൈറ്റുകൾ എന്നിവ അനുവദനീയമല്ല. ഇത്തരം ലൈറ്റുകൾ കാൽനടക്കാരെയും മറ്റു വാഹനങ്ങളെയും അപകടത്തിലാക്കാനിടയുണ്ട്. ശബ്ദവും തീയും ഉണ്ടാക്കുന്ന പുകക്കുഴലുകൾ അപകട സാധ്യത വർദ്ധിപ്പിക്കും. ഇത് കർശനമായി നിയന്ത്രിക്കണം. റോഡ് സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എല്ലാ വാഹന മോഡിഫിക്കേഷനുകളിലും പോലീസും MVDയും കർശന നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഏതൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് അടുത്ത മാസം 7-ന് അറിയിക്കണമെന്ന് കോടതി അറിയിച്ചിരിക്കുകയാണ്. മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നതിനപ്പുറത്തേക്ക് യാതൊരുവിധ മോഡിഫിക്കേഷനുകളും വാഹനങ്ങളിൽ അനുവദിക്കാൻ സാധിക്കില്ല എന്നുമാണ് കോടതി കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഥാറിന് പിഴയിട്ടതുമായി ബന്ധപ്പെട്ട് 2 മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരെ ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഈ നടപടി ഒഴിവാക്കുകയും 2 ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. ഈ സംഭവവും കോടതിയുടെ ശ്രദ്ധയിൽ വന്നിരുന്നു. 6 നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ വീതം പിഴ ഈടാക്കണം എന്നായിരുന്നു കോടതിയുടെ പക്ഷം. വാഹനത്തിന് പിഴയിട്ടതിനാണ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് കോടതി സ്വീകരിച്ചത്. ഇതിനു പുറമെ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുകൂടി പറയുമ്പോൾ, അതായത് ഒരു തരത്തിലുമുള്ള മോഡിഫിക്കേഷൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് കർശന നിലപാട്. ഇനി സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ എന്ത് സ്വീകരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. വാഹന മോഡിഫിക്കേഷൻ ഇപ്പോൾ റെഡിയാക്കാം. മൊയ്തീനെ ആ ചെറിയ സ്പാനറിങ് എടുത്തേന്നും തള്ളി മോട്ടോർ വാഹന വകുപ്പ് ഒരു സർവേ ഒക്കെ നടത്തിയിരുന്നു. അതിന്റെ റിപ്പോർട്ട് MVD സെപ്റ്റംബറിൽ സർക്കാരിന് സമർപ്പിക്കാനിരിക്കെയാണ് കോടതിയിൽ നിന്ന് ഇപ്പോൾ വെള്ളിടി വെട്ടിയിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്നത്തെ സർവേയിൽ 17000 പേരുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഗൂഗിൾ ഫോമിലൂടെയാണ് മോട്ടോർ വാഹന വകുപ്പ് പൊതുജനങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ചത്. ജൂൺ മാസം മോട്ടോർ വാഹന വകുപ്പ് പുറത്തുവിട്ട പട്ടികയിൽ അനുമതിയില്ലാതെ ചെയ്യാവുന്ന 18 മോഡിഫിക്കേഷനുകളും അനുമതിയോടെ ചെയ്യാവുന്ന 6 മോഡിഫിക്കേഷനുകളും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഇതിലെ ഭൂരിഭാഗം മോഡിഫിക്കേഷനുകളും മുൻപേ ഉള്ളതാണെന്ന വിമർശനം ഉയർന്നിരുന്നു. തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പൊതുജന അഭിപ്രായം തേടാനായി സർവേ ആരംഭിച്ചത്. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 7 വരെയായിരുന്നു സർവേ നടന്നത്. സർവേയിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അധികാരത്തിലെത്തിയാൽ വാഹനങ്ങളിൽ അപകടകരമല്ലാത്ത മോഡിഫിക്കേഷനുകൾക്ക് അനുമതി നൽകും എന്ന് VD സതീശന്റെ പ്രഖ്യാപനം യുവാക്കളും വാഹന പ്രേമികളും ഒക്കെ അങ്ങ് ഏറ്റെടുത്തിരുന്നു. മുഖ്യമന്ത്രിയായി ചുമതല ഏൽക്കുന്നതിന് മുന്നോടിയായി VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വാഹന മോഡിഫിക്കേഷൻ എപ്പോൾ അനുവദിക്കുമെന്ന ചോദ്യത്തിന്
പറഞ്ഞതൊക്കെ ചെയ്യുമെന്ന സതീശന്റെ മറുപടിയും ഒപ്പം അദ്ദേഹം മുഖത്ത് വരുത്തിയ ഭാവവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിന് പിന്നാലെ പൂക്കി മുഖ്യമന്ത്രി എന്ന വിളിപ്പേരും VD സതീശന് സോഷ്യൽ മീഡിയ നൽകി. ഒടുക്കം പൂക്കിയെ തൂക്കി തറയിലടിക്കുന്ന ഹൈക്കോടതിയുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ, ചെറുപ്പക്കാർ എന്താണ് അതിൽ ആഗ്രഹിക്കുന്നത്? അധികമായി ലൈറ്റുകൾ ഘടിപ്പിക്കുക, ടയറുകൾ വലുത് ഘടിപ്പിക്കുക, ഇതുകൂടാതെ തീയും വലിയ ശബ്ദവും ഉണ്ടാക്കുന്ന പുകക്കുഴലുകൾ വെക്കുക, ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹം. പക്ഷെ അതൊന്നും നിരത്തുകളിൽ അനുവദിക്കില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോൾ നിയമലംഘനങ്ങൾ കണ്ണിൽ കണ്ടാൽ ഉടൻ തന്നെ നടപടിയെടുക്കണമെന്ന് പോലീസിനും MVDക്കും നിർദ്ദേശം കൊടുക്കുമ്പോൾ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ പോയി തലയും കുനിച്ച് നിൽക്കേണ്ടി വരും. നമുക്കറിയാം, നിരത്തുകളിലൂടെ പ്രായമായവരൊക്കെ വാഹനം ഓടിച്ചു പോകുന്നവരുണ്ട്. അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ അവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കും. ഇതുമാത്രമല്ല, പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ വാഹനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇതൊക്കെ പ്രായമായവരെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ഒക്കെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ്. അതുകൊണ്ട് അതൊന്നും അനുവദിക്കില്ല എന്ന് തന്നെയാണ് കോടതി കട്ടായം പറഞ്ഞിരിക്കുന്നത്. വാഹനങ്ങളുടെ മോഡിഫിക്കേഷന് ഒരു പരിധിവരെ അനുമതി നൽകാം എന്ന് മുഖ്യമന്ത്രി വാഗ്ദാനമൊക്കെ നടത്തിയെങ്കിലും കേരളത്തിലെ വാഹന പ്രേമികൾ നിരാശരായിരുന്നു. അവർക്കതൊന്നും പോരാ. ഇരുചക്ര വാഹനങ്ങളിൽ സൈലൻസർ മാറ്റങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന ഹെഡ്ലൈറ്റും LED സ്ട്രിപ്പുകളും ഫോഗ് ലൈറ്റുകളും രൂപമാറ്റം വരുത്തിയ ഹാൻഡിൽ ബാറുകളും അലോയ് വീലുകളും വീതിയേറിയ ടയറുകളും ക്രാഷ് ഗാർഡുകളും ടൈഡികളും കണ്ണാടികൾ മാറ്റലും നമ്പർ പ്ലേറ്റ് ഊരി വെക്കലും പൊക്കി വെക്കലും എല്ലാം കിനാവ് കണ്ട ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാവരും ഇപ്പോൾ ദുഃഖത്തിലാണ്. കാറുകളിലേക്ക് വന്നാൽ കഥ ഇതിലും വലിയ സ്വപ്നങ്ങളായിരുന്നു പ്രേമികൾക്കുണ്ടായിരുന്നത്. കാറുകളിൽ പെർഫോമൻസ് ട്യൂണിങ്ങും ECU റീമാപ്പിങ്ങും വഴി വണ്ടിയുടെ കരുത്തു കൂട്ടാൻ മാസ് ലുക്കിനായി വലിപ്പമേറിയ അലോയ് വീലുകളും ടയറുകളും ഇടാൻ വേണ്ടി രൂപമാറ്റം വരുത്തിയ സൈലൻസറുകൾ പിടിപ്പിക്കാൻ, ഉള്ള സൈലൻസർ പൊട്ടിച്ച് ശബ്ദം കൂട്ടാൻ 2 സൈലൻസറുകൾ, LED പ്രൊജക്ടർ ലൈറ്റുകൾ, ബോഡി കിറ്റുകൾ, സ്പോയിലറുകൾ തുടങ്ങി വലിയ സ്വപ്നങ്ങളായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാവരും കനത്ത നിരാശയിലേക്ക് വീണിരിക്കുകയാണ്. നിയമ തടസ്സങ്ങളില്ലാതെ വാഹനങ്ങളിൽ 18 തരം മോഡിഫിക്കേഷനുകൾ അനുവദിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ ശുപാർശ വന്നിരുന്നു. എന്നാൽ അത് ഏതിലൊക്കെയാണ്? അത് കണ്ടതോടുകൂടി ഈ പറയുന്ന വാഹന പ്രേമികളുടെ എല്ലാം കിളി പോയിരുന്നു.